മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന മൊഡ്യൂളില് ഡബിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ, അതായത് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷന്റെ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് എങ്ങനെ ഇന്റഗ്രേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം കാണാം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ചേഞ്ചിങ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കാൽക്കുലസിലെ ഒരു ഷുവർ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഇന്റഗ്രല് ഓർഡർ ചേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കാൽക്കുലസിന്റെ എക്സാമുകളിലെല്ലാം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്റഗ്രൽ a to b ഇന്റഗ്രൽ f of x1 അല്ലെങ്കിൽ f1 of x2 f2 of x f of xy dy dx ഇത് നിങ്ങളോട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഇവിടെ ലിമിറ്റുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഈ പുറത്ത് കാണുന്ന dx ആയതുകൊണ്ട് ഏറ്റവും അവസാനം കാണുന്നത് x മീൻസ് ആദ്യം കാണുന്ന ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് ആണെന്ന് മനസ്സിലാവും. ആൻഡ് ഇതിനകത്തുള്ളത് വൈയുടെ ലിമിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ നോൺ റെക്ടാങ്കുലർ റീജിയൻ ഇന്റഗ്രേഷനിൽ പറഞ്ഞ പോലെ ഒരു വാരിയബിൾ, അതായത് എക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഇവിടെ കോൺസ്റ്റന്റ് ലിമിറ്റും y എന്ന് പറയുന്ന വാരിയബിളിന് ഇവിടെ വാരിയബിൾ ലിമിറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ഓർഡർ എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ്, വൈയുടെ വാരിയബിൾ ലിമിറ്റ്, ഈ ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട്, അതായത് നേരെ തിരിച്ച് വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും എക്സിന് വാരിയബിൾ ലിമിറ്റും കൊടുത്തുകൊണ്ടുള്ള ഇന്റഗ്രേഷൻ ആണ് ഈ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് നമുക്ക് ഫിഗർ വരയ്ക്കേണ്ടി വരും ഇത് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് മാറ്റുമ്പോൾ, അപ്പോൾ ലിമിറ്റുകളൊക്കെ നമ്മൾ നോക്കി ഫിഗറൊക്കെ വരച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ ഇങ്ങനെ ആയിരിക്കാം. ഇന്റഗ്രൽ y ഫ്രം c to d, ഇന്റഗ്രൽ x ഫ്രം g1 of y to g2 of y, f of xy. ഇവിടെ ഈ dy മാറിയിട്ട് dx ആവും, കാരണം ആദ്യം നമ്മൾ എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. dy ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇഫ് യു ആർ ചേഞ്ചിങ് ദ ലിമിറ്റ്, കോൺസ്റ്റന്റ് ലിമിറ്റ് നമ്മൾ വൈക്ക് കൊടുക്കുകയാണ്, വാരിയബിൾ ലിമിറ്റ് നമ്മൾ എക്സിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ. ചേഞ്ചിങ് ഓർഡർ ചേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to x, xy dy dx. അപ്പോ ലിമിറ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ലിമിറ്റുകൾ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x ഫ്രം 0 to 1, ഇന്റഗ്രൽ y ഫ്രം 0 to x, xy into dy dx ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ നമുക്ക് ആ ലിമിറ്റുകളൊന്ന് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ലിമിറ്റുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സിന്റെ ലോവർ ലിമിറ്റ് 0, എക്സിന്റെ അപ്പർ ലിമിറ്റ് 1, ദെൻ വൈയുടെ ലോവർ ലിമിറ്റ് 0, എക്സിന്റെ അപ്പർ ലിമിറ്റ് വൈയുടെ അപ്പർ ലിമിറ്റ് x. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ. ഇനി ഈ റീജിയൻ നമുക്കൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം എങ്ങനെയാണ് ഈ സാധനം കിട്ടുക എന്നുള്ളത്. എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മൾ വരയ്ക്കാം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. പിന്നെ നമുക്കുള്ള ഓരോ ഫിഗേഴ്സ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ ഈ വൈ ആക്സിസ് തന്നെയാണ്. ഇതാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലൈൻ. പിന്നെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ 1 വരുന്ന ഈ ഒരു പോയിന്റിൽ വരുന്ന ലൈനാണ് എക്സ് ഈക്വൽ ടു 1. ദെൻ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. വൈ ഈക്വൽ ടു 0. ദെൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ ഒരു ബോക്സ് ഒക്കെ എടുത്ത് വരയ്ക്കാം.
എക്സ് വൈ, എക്സിന് 0 കൊടുത്താൽ y 0, എക്സിന് 1 കൊടുത്താൽ y 1. അപ്പൊ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുക 0 0. ദെൻ ഇവിടെ x 1, അപ്പൊ y ഇവിടെ മുകളിൽ 1 1 1. ദെൻ ഇതൊക്കെ മാർക്ക് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈൻസ്. 4 ലൈൻസ് നമുക്ക് തന്നിട്ട് 4 ലൈൻസ് നമ്മൾ വരച്ചു. ഇനി 4ഉം കൂടെ ബൗണ്ടറി വരുന്ന റീജിയൻ ഏതാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ, ഇത് x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ, ആൻഡ് ദിസ് ഇസ് y ഈക്വൽ ടു x എന്ന് പറയുന്ന ലൈൻ. ഈ 3 ലൈനും കൂടെ ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റീജിയൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ദെൻ ഇതില് ഇപ്പോ ഉള്ള ലിമിറ്റുകൾ നോക്കൂ. എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റും വൈയുടെ വാരിയബിൾ ലിമിറ്റും ആണ്. ഇതാണ് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിവിടെ വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും എക്സിന് വാരിയബിൾ ലിമിറ്റും കൊടുക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ ഒരു റീജിയനിൽ കിട്ടാവുന്ന വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ റീജിയനിൽ കിട്ടാവുന്ന വൈയുടെ ഏറ്റവും മിനിമം വാല്യൂ നോക്കുക. വൈ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ മുകളിലേക്കാണ് വൈ പോവുക. അപ്പൊ വൈയുടെ മിനിമം വാല്യൂ 0 ആണ്. വൈയുടെ മാക്സിമം വാല്യൂ ഇതാ ഇവിടെയാണ് ഏറ്റവും വലിയ വൈ വരുന്നിട്ടുള്ളത്. ആ പോയിന്റ് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ വൈക്ക് നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുത്തു. അപ്പൊ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? വാരിയബിൾ ലിമിറ്റ് കൊടുക്കണം. എക്സിന് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഈ റീജിയനിൽ ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. ആ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലൈനിന്റെ മുകളിലാണ്. ഈ ലൈനിൽ y ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ x ഈക്വൽ ടു y നമുക്ക് എഴുതാം. ദെൻ ആ ലൈൻ ആ സ്ട്രിപ്പ് എൻഡ് ചെയ്യുന്നത് ഈ ലൈനിലാണ്. ഈ ലൈനിൽ x ഈക്വൽ ടു 1 ആണ്. അപ്പോ എക്സിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി. എക്സിന്റെ ലോവർ ലിമിറ്റ് y ആണ്, എക്സിന്റെ അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ലിമിറ്റുകൾ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ലിമിറ്റ് വെച്ചിട്ട് ഇന്റഗ്രൽ ഒന്ന് എഴുതി നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഈ ഇന്റഗ്രൽ ഈക്വൽ ടു ഇന്റഗ്രൽ y ഫ്രം 0 to 1, ഇന്റഗ്രൽ x ഫ്രം y to 1, xy. ഈ dy മാറിയിട്ട് ഇവിടെ എന്ത് വരും? dx വരും. ബിക്കോസ് നമ്മൾ ഇവിടെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന എക്സിലാണ്. ദെൻ dy. ഇങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക എന്താ വരിക എന്നുള്ളത്. y ഈക്വൽ ടു 0 to 1. ഇവിടെ y കോൺസ്റ്റന്റ് ആണ്. y നെ പുറത്തേക്ക് എടുക്കാം. എക്സിന്റെ ഇന്റഗ്രൽ x²/2 ഫ്രം x ഈക്വൽ ടു y to 1 dy. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ഫ്രം 0 to 1. ലിമിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് 1 ആണ്. ഇവിടെ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ 2 നെ പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻറ്റു y ഇൻറ്റു 1² മൈനസ് y² ഇൻറ്റു dy. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1/2 ഇൻറ്റു ഇന്റഗ്രൽ y ഫ്രം 0 to 1 y ഇൻറ്റു 1 മൈനസ് y² dy. ഇത് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് വേഗം തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. y ഫ്രം 0 to 1 മൾട്ടിപ്ലൈ ചെയ്താൽ y മൈനസ് y³ dy. ഇന്റഗ്രേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു y²/2 മൈനസ് y³ ഇന്റഗ്രൽ y⁴/4 ഫ്രം 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. 1/2 മൈനസ് 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 എന്നാണ് 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? എക്സിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റ് ലിമിറ്റ് നമ്മൾ വൈയിലേക്ക് മാറ്റി, വൈയിൽ ഉണ്ടായിരുന്ന വാരിയബിൾ ലിമിറ്റ് നമ്മൾ എക്സിലേക്ക് മാറ്റി, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇത് ഇന്റഗ്രേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് എക്സിലെ കോൺസ്റ്റന്റ് ലിമിറ്റും വൈയിലെ കോൺസ്റ്റന്റ് ലിമിറ്റും അങ്ങോട്ട് മാറ്റുന്നത് എന്തിനാണ്? ഇന്റഗ്രേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ശ്രദ്ധിക്കുക. റിവേഴ്സ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ്. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x to 1 x/x² plus y² dy dx. അപ്പൊ ഇവിടെ ലിമിറ്റുകൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇത് വൈയുടെ ലിമിറ്റ് ആണ്, ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ഓൾഡ് ലിമിറ്റ് ഒന്ന് എഴുതാം. x ഫ്രം 0 to 1 ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ആൻഡ് y ഫ്രം x to y ഈക്വൽ ടു 1. നേരത്തെ എഴുതിയ പോലെ തന്നെയുള്ള ഒരു റീജിയൻ ആണ് നമുക്ക് ഇവിടെ വരിക. ഇതിന്റെ റീജിയൻ ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ നമ്മുടെ y ആക്സിസ് ആണ്. ദിസ് ഇസ് x ഈക്വൽ ടു 0. ദെൻ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഇതാണ് x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. ദെൻ y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. ഇതാണ് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ.
ആൻഡ് y ഈക്വൽ ടു എക്സ് നേരത്തെ എഴുതിയ നമ്മൾ നേരത്തെ വരച്ച അതേ റീജിയൻ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് എല്ലാം. ഇനി നമ്മുടെ റീജിയൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഒരു 2 ബൗണ്ടഡ് റീജിയൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് മനസ്സിലാക്കുക, ഏത് റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്നുള്ളത്. നമ്മുടെ ലൈൻസ് എല്ലാം ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്, ദെൻ ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്, ദെൻ ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ കാണുന്നതാണ് നമ്മുടെ റീജിയൻ. എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യാത്തത്? ഇതിൽ ഈ ബൗണ്ടറി ഉണ്ട്, ഈ ബൗണ്ടറി ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ലൈൻ ഇല്ല. ഇത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ റീജിയൻ അല്ല, ഈ മുകളിൽ കാണുന്ന റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഇനി ഇതിനകത്തുള്ള കോൺസ്റ്റന്റ് വാരിയബിൾ ലിമിറ്റ്സ് അങ്ങോട്ട് മാറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് ലിമിറ്റ് എക്സിനാണ്. നമ്മൾ ഇനി വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുക. ബിഫോർ ദാറ്റ് നമുക്ക് ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതേതാ പോയിന്റ്? എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് ഏതാ വരിക? ഇത് 0, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത് പിന്നെ 0, 0 ആണ്. 3 വെർട്ടെക്സുകൾ നമുക്കറിയാം. ദെൻ വൈക്ക് നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കണം. വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വൈ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, താഴെ നിന്നാണ്. 0 ആണ് വൈയുടെ ഫസ്റ്റ് വാല്യൂ. ദെൻ വൈ അവസാനിക്കുന്നത് ഇവിടെയാണ്. y ഈക്വൽ ടു 1ലാണ് ഇവിടെ y അവസാനിക്കുന്നത്. ദെൻ എക്സിന്റെ ലിമിറ്റുകൾ എടുക്കുമ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ഒരു സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യണം. ഇതാണ് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിൽ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0യിൽ നിന്നാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 0യിൽ തുടങ്ങും. എവിടെയാണ് അവസാനിക്കുന്നത്? ഈ ലൈനിന്റെ മുകളിൽ. ഈ ലൈൻ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു y ആണ് ആ ലൈൻ. അപ്പൊ നമുക്ക് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി. പുതിയ ലിമിറ്റ് നമുക്ക് കിട്ടി. y കോൺസ്റ്റന്റ് ലിമിറ്റ് ആക്കി, എക്സ് വാരിയബിൾ ലിമിറ്റ് ആക്കി. അപ്പൊ ഇന്റഗ്രൽ എങ്ങനെ മാറ്റാം നമുക്ക്? ഇന്റഗ്രൽ y ഫ്രം 0 ടു 1, ഇന്റഗ്രൽ x ഫ്രം 0 ടു y, x by x square plus y square into dy മാറ്റിയിട്ട് അവിടെ നിന്ന് എഴുതണം dx dy. ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ താഴെയുണ്ട്. അവിടെ വൈ സ്ക്വയറിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എക്സ് വാരിയബിൾ ആണ്. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ് അല്ലെ? വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക, കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. ഇവിടെ 2 ഇല്ല, അതുകൊണ്ട് നമ്മൾ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പുറത്ത് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ താഴെ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. അതായത് നമ്മൾ പ്ലസ് 2 പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയുള്ള ഫംഗ്ഷനായി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും കിട്ടുക? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിനോമിനേറ്ററിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഉള്ളതെങ്കിൽ ഇന്റഗ്രൽ എന്തായിരിക്കും? ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പൊ ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് 2x. 2 നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? 1/2 ഇൻറ്റു ഇന്റഗ്രൽ y ഫ്രം 0 ടു 1. ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ ലോഗ് ഡിനോമിനേറ്റർ എന്നാണ് കിട്ടുക. ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കിട്ടും. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു y ഇൻറ്റു dy. ഓക്കെ, ദെൻ നമ്മളിത് ലിമിറ്റുകൾ കൊടുക്കണം. എക്സിന് ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുക്കണം. 1/2 ഇൻറ്റു ഇന്റഗ്രൽ y ഫ്രം 0 ടു 1 ലോഗ് എക്സിന് y ആണ് കൊടുക്കേണ്ടത്. അപ്പൊ y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ലോഗ് 0 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dy എന്ന് വരും. ദാറ്റ് ഈസ് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 ടു 1 ലോഗ് 2y സ്ക്വയർ മൈനസ് ലോഗ് y സ്ക്വയർ dy. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 1 ലോഗ് a മൈനസ് ലോഗ് b എന്താണ്? ലോഗ് a ബൈ b ആണ്. അപ്പൊ 2y സ്ക്വയർ ബൈ y സ്ക്വയർ എന്ന് എഴുതാം. dy ഇതിലെ y സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1/2 ഇൻറ്റു 0 ടു 1 ലോഗ് 2 dy ആണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിലുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. 1/2 ഇൻറ്റു ലോഗ് 2 ഇപ്പൊ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലോഗ് 2 ആണ് പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ 0 ടു 1 dy 1/2 ഇൻറ്റു ലോഗ് 2 y
ഫ്രം 0 to 1. dy ഇന്റഗ്രേറ്റ് ചെയ്താൽ y ആണ് കിട്ടുക 1/2 into log 2. അപ്പൊ ലിമിറ്റ് 1 ആണ് കൊടുക്കേണ്ടത്. therefore ആൻസർ എന്താ വരുന്നത് 1/2 into log 2. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ റീജിയൻ എടുക്കുന്ന ആ ഒരു മെത്തേഡ്, അതുപോലെ അതിന്റെ വാരിയബിൾ ലിമിറ്റ്, കോൺസ്റ്റന്റ് ലിമിറ്റ് അങ്ങോട്ടും മാറ്റുന്നത് അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നിങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 4x to 4 e raised to minus y square dy dx. ഇവിടെ നമുക്ക് ലിമിറ്റുകൾ മനസ്സിലാവും. അപ്പൊ ലിമിറ്റുകൾ നമുക്ക് എഴുതാം. x ഫ്രം 0 to 1, എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. വൈയുടെ ലോവർ ലിമിറ്റ് 4x, അപ്പർ ലിമിറ്റ് 4. ഫിഗർ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതാ ഈ ലൈൻ ആണ്, y ആക്സിസ് ആണ്. x ഈക്വൽ ടു 0, then x ഈക്വൽ ടു 1, ഇതാണ് ലൈൻ. x ഈക്വൽ ടു 1, then y ഈക്വൽ ടു 4 എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുകളിലേക്ക് വരയ്ക്കുക. y ഈക്വൽ ടു 4, then y ഈക്വൽ ടു 4x എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണം വരയ്ക്കാൻ. പോയിന്റുകൾ എടുക്കുമ്പോൾ x y, xന് 0 കൊടുത്താൽ y 0, അപ്പൊ ഈ പോയിന്റ് വരും 0 0 വരും. then xന് 1 കൊടുക്കുമ്പോൾ y 4 ആണ് വരിക, അപ്പൊ ഈ പോയിന്റ് ആണ് വരിക 1 4. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റോടെ ജോയിൻ ചെയ്താണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ y ഈക്വൽ ടു 4x എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് റീജിയൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ് റീജിയൻ വരിക? ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട് x ഈക്വൽ ടു 0, ദെൻ ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട് y ഈക്വൽ ടു 4x, ആൻഡ് ഈ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്. therefore ഈ മുകളിൽ കാണുന്ന റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഇതിനകത്തുള്ള ലിമിറ്റുകളാണ് നമ്മൾ ഇനി മാറ്റി എഴുതേണ്ടത്. എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകൾ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ എക്സിനാണ് കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുന്നത്, വൈക്കാണ് നമ്മൾ ഇനി കോൺസ്റ്റന്റ് കൊടുക്കേണ്ടത്. y സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് യൂഷ്വൽ y സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 0ലാണ്. ആൻഡ് y അവസാനിക്കുന്ന ഈ ലൈനിന്റെ മുകളിലാണ്. ഈ ലൈനിന്റെ മുകളിൽ y വാല്യൂ 4 ആണ്. ദെൻ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ്, എക്സിന് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ എക്സിന് പാരലൽ ആയിട്ട് നമ്മൾ സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ആ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് x ഫ്രം 0ൽ തന്നെയാണ്, ആൻഡ് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ ലൈനിന്റെ മുകളിൽ എക്സിന്റെ വാല്യൂ, x എന്ന് പറയുന്നത് എന്താണ്? y by 4. ദാറ്റ് ഈസ് x ഈക്വൽ ടു y by 4. അപ്പൊ ലിമിറ്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റ് ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇന്റഗ്രൽ y ഫ്രം 0 to 4 ഇന്റഗ്രൽ x ഫ്രം 0 to y by 4 e raised to minus y square dx dy. മാറ്റാൻ മറക്കരുത്. dy dx ഉള്ളത് എന്തായിട്ട് മാറും? dy dx dy ആയിട്ട് മാറും. ദെൻ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ നമുക്ക് y e raised to minus y square കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പുറത്തേക്ക് എടുക്കാം. നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? is equal to integral y from 0 to 4 e raised to minus y square. പിന്നെ നിങ്ങൾ dx നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. x ആണ് ആൻസർ വരിക. 0 to y by 4 dy എന്ന് കിട്ടും. ദെൻ ലിമിറ്റുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y from 0 to 4 e raised to minus y square. x ന് പകരം y by 4 ആണ് കൊടുക്കേണ്ടത്. y by 4 ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. dy. ഓക്കെ, ദെൻ ഇവിടെ 1/4 കോൺസ്റ്റന്റ് ആണ്. 1/4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/4 ഇൻറ്റു ഇന്റഗ്രൽ y ഫ്രം 0 to 4 e raised to minus y square y dy. ഓക്കെ, ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഈസി ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് t ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പൊ ഡി ടി കിട്ടുക മൈനസ് 2y dy എന്നാണ്. ഇവിടെ y dy ഉള്ളതുകൊണ്ട് മൈനസ് 1/2 പുറത്തേക്ക് എടുക്കുക. ഡി ടി ഈക്വൽ ടു y dy. ഈ വാരിയബിൾ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് മാറ്റണം? ലിമിറ്റും കൂടെ മാറ്റണം. അപ്പൊ y ഈക്വൽ ടു 0 ആണെങ്കിൽ t ഈക്വൽ ടു 0 ആണ്. കാരണം t ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ആണ്. ദെൻ y ഈക്വൽ ടു 4 ആണെങ്കിൽ t ഈക്വൽ ടു മൈനസ് 4 സ്ക്വയർ മൈനസ് 16 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 1/4 ഇന്റഗ്രൽ y0 വരുമ്പോ t ഈക്വൽ ടു 0 ആൻഡ് y4 വരുമ്പോ t ഈക്വൽ ടു മൈനസ് 16 e raised to t y dy ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന മൈനസ് 1/2 ഇൻറ്റു ഡി ടി ആണ്. Now it is equal to മൈനസ് 1/2 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് 1/8 ഇന്റഗ്രൽ t ഫ്രം 0 to മൈനസ് 16 e raised to t dt എന്ന് വരും.
that is equal to minus 1 by 8 into e raised to t integral e raised to t തന്നെയാണ് 0 minus 16 upper limit minus 16 ആണ് upper limit minus 16 ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് minus 1 by 8 into e raised to minus 16 minus e raised to 0 that is equal to minus 1 by 8 into e raised to minus 16 minus 1 എന്ന ആൻസർ വരും. കാൽക്കുലേറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് വാല്യൂ ആണ് കിട്ടുക. എന്തായാലും ആൻസർ ഇതാണ്. ചേഞ്ച് ഓഫ് ഓർഡറിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് 3 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ 0 to 1 integral y square to root of 2 minus y square f of x by dx dy. ഓർഡർ ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർഡർ ചേഞ്ച് ചെയ്ത് കാണിച്ചാൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ഫംഗ്ഷൻ നമുക്കറിയില്ല. അപ്പൊ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ലിമിറ്റുകൾ നമ്മൾ നോക്കുക. y ഈക്വൽ ടു 0, y ഈക്വൽ ടു 1. ഇത് വൈയുടെ ലിമിറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പുറത്ത് y ആണ്. ദെൻ എക്സിന്റെ ലിമിറ്റ് ആണ് x ഫ്രം y square to root of 2 minus y square. അപ്പൊ ഇതിന്റെ ഫിഗർ നമ്മൾ വരയ്ക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. വരച്ചു നോക്കുന്നതിന് മുമ്പ് ഈ ഫിഗർ ആണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇതൊക്കെ നമുക്കറിയാം, ഇത് പരാബോളയാണ്, ഇത് ലൈനാണ്, ഇത് ലൈനാണ്, ഇത് എന്താന്നുള്ളത് അറിയാൻ വേണ്ടി ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 മൈനസ് വൈ സ്ക്വയർ വരും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 2 ആണ്. സാധാരണ എന്താണ്? സർക്കിൾ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ, ഈ ഒരു ലിമിറ്റുകളുടെ ഫിഗർ നമ്മളൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. ഇപ്പോ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോള ഇതുപോലെയുള്ള പരാബോളയാണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോള. ദെൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2 ഓൾ സ്ക്വയർ. റൂട്ട് 2 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ആണ് പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത്. സപ്പോസ് ഇതാണ് സർക്കിൾ എന്ന് വിചാരിക്കും. റൂട്ട് 2 ആണ് ഇതിന്റെ റേഡിയസ്. ഓക്കെ, പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണ്. y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ് അല്ലെ? നമ്മുടെ എക്സ് ആക്സിസ് ആണ് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. ഈ പരാബോളയാണ് y സ്ക്വയർ ഈക്വൽ ടു x എന്ന് പറയുന്നത്. ഈ സർക്കിൾ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ഇനി ഒരു ഫിഗറും കൂടെ ഉണ്ട്, y ഈക്വൽ ടു 1. y ഈക്വൽ ടു 1 വരയ്ക്കേണ്ടത് ഇവിടെയാണ്. അപ്പൊ ഈ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് നിങ്ങൾ നോക്കി നോക്കുക. ഈ പോയിന്റിൽ ഏതാണ് ആ പോയിന്റ് നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോയിന്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ഇക്വേഷൻ കൂടെ ഒന്ന് സോൾവ് ചെയ്യുക. വൈ സ്ക്വയർ എന്താണ്? എക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതൊന്ന് സോൾവ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇവിടെ 1 സാറ്റിസ്ഫൈ അല്ലെ? 1 പ്ലസ് 1 മൈനസ് 2 ഈക്വൽ ടു 0. 1 സാറ്റിസ്ഫൈ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇവിടെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 1. ഇവിടെ എക്സ് 1 ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈയും 1 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിനാണ് 1 1 എന്ന് പറയുന്നത് മീറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇത് കൂടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ലൈൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പോ നമ്മുടെ റീജിയൻ ഫിഗേഴ്സിലുള്ള ലൈനുകളും കർവുകളും ഒക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ റീജിയൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഏതാണ് റീജിയൻ? ദാറ്റ് ഈസ് ഈ പരാബോള ഒരു ബൗണ്ടറി ആയിട്ട് വരുന്ന, ഈ സർക്കിൾ ഒരു ബൗണ്ടറി ആയിട്ട് വരുന്ന, ഈ ലൈൻ ഒരു ബൗണ്ടറി ആയിട്ട് വരുന്ന ഫിഗർ ഇതാണ്. അതല്ലാതെ വേറെ ഫിഗേഴ്സ് ഒന്നും നമുക്ക് എല്ലാം കൂടെ ബൗണ്ടറി ആയിട്ട് കാണില്ല. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, ക്ലിയർ. ഇതിൽ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്, എക്സ് ഇവിടെ അവസാനിക്കുന്നത് റൂട്ട് 2-ലാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റും വൈക്ക് വാരിയബിൾ ലിമിറ്റും ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാൻ നമ്മൾ 0 to റൂട്ട് 2 ആണ് എക്സിന് വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ വൈക്ക് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി വൈ ആക്സിന് പാരലൽ ആയിട്ട് എന്ത് വരയ്ക്കുക? സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ഈ സ്ട്രിപ്പിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ സ്ട്രിപ്പ് വരച്ച്, ഞാൻ വരയ്ക്കുന്ന സ്ട്രിപ്പ് ഇവിടെ ആണെങ്കിൽ എന്റെ വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്, വൈ അവസാനിക്കുന്നത് വൈ ഈക്വൽ ടു റൂട്ട് എക്സിലാണ്. അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സിലാണ് നമ്മുടെ വൈ അവസാനിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുന്നെങ്കിൽ, നിങ്ങളൊരാള് ഇവിടെയാണ് സ്ട്രിപ്പ് വരയ്ക്കുന്നെങ്കിലോ, അപ്പൊ നിങ്ങളുടെ വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 0 തന്നെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വൈ അവസാനിക്കുന്നത് എവിടെയാ? ഈ സർക്കിളിന്റെ മുകളിലാണ്. ഈ സർക്കിളിന്റെ മുകളിൽ വൈ എന്താണ്?
റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് വൈക്ക് ഒരാള് എടുക്കുന്ന ലിമിറ്റും വേറൊരാൾ എടുക്കുന്ന ലിമിറ്റും മാറില്ലേ? മാറും. അത് എന്താണ് കാരണം? അത് വൈയുടെ അപ്പർ പോർഷനിൽ രണ്ട് കർവുകൾ വരുന്നുണ്ട് അല്ലെ? ഒന്ന് ഈ കർവും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഈ കർവും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മള് ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് എടുത്ത് ചെയ്യല്ല വേണ്ടത്, രണ്ട് സ്ട്രിപ്പും നമ്മൾ എടുക്കണം. രണ്ട് സ്ട്രിപ്പ് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കർവ് അവസാനിച്ച് മറ്റേ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കർവ് അവസാനിച്ച് അടുത്ത കർവ് തുടങ്ങുന്നത് എവിടെയാണ് നോക്കുക. ആ പോയിന്റിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഇന്റഗ്രൽ. എക്സിന്റെ വാല്യൂ കൂടെ നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് 0 മുതൽ ഈ പോയിന്റിൽ എക്സ് എന്താണ്? ഇവിടെ 1 1 ആയതുകൊണ്ട് ഇവിടെ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഇന്റഗ്രൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇന്റഗ്രൽ? എക്സ് 0 മുതൽ 1 വരെയും അതുപോലെ തന്നെ എക്സ് 1 മുതൽ റൂട്ട് 2 വരെയും രണ്ടായിട്ട് നമ്മൾ മാറ്റി എഴുതും. 0 മുതൽ 1 വരെയും 1 മുതൽ റൂട്ട് 2 വരെയും. ഇനി 0 മുതൽ 1 വരെ ആണെങ്കിൽ വൈയുടെ ലിമിറ്റ് എന്താണ്? y ഫ്രം 0 ടു y ഈക്വൽ ടു റൂട്ട് എക്സ്. അതേപോലെ തന്നെ 1 ടു റൂട്ട് 2 ഇത് ഈ റീജിയനിലാണെങ്കിൽ വൈയുടെ ലിമിറ്റ് എന്താണ്? y ഫ്രം 0 ടു വൈയുടെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് സർക്കിളിന് മുകളിലെ വാല്യൂ ആണ് 2 മൈനസ് റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് മാറ്റി കിട്ടിയിട്ടുള്ള ലിമിറ്റ്. ഇനി ഇത് നമ്മൾ ആ ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഇന്റഗ്രൽ മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ എഴുതാം: ഇന്റഗ്രൽ 0 ടു 1 ഇന്റഗ്രൽ y സ്ക്വയർ ടു റൂട്ട് ഓഫ് 2 മൈനസ് y സ്ക്വയർ എഫ് ഓഫ് എക്സ് വൈ dx dy is equal to ഇന്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x from 0 to 1 ഇന്റഗ്രൽ y from 0 to root x f of xy dy dx പ്ലസ് അടുത്ത ലിമിറ്റ് നമ്മൾ നോക്കാം. ഇന്റഗ്രൽ x from 1 to root 2 ഇന്റഗ്രൽ y from 0 to root of 2 minus x square f of xy dy dx. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ഈ ഇന്റഗ്രൽ ചെയ്യേണ്ടത്. ഇത് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഒന്നും വരച്ചില്ലെങ്കിലും നിങ്ങളിത് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന എഴുതി വെച്ചാൽ മതി. ഫിഗർ വരയ്ക്കാതെ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നമുക്ക് ഇതിന് ബുദ്ധിമുട്ടാണ്. വരയ്ക്കാൻ വേണം ഫിഗർ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് 3 മാർക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ റൂട്ട് y to 2 e raised to x cube dx dy. ഓക്കെ, അപ്പോ ഇതിലെ ലിമിറ്റ് നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. y from 0 y equal to 4, then x from root y and x equal to 2. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫിഗർ വരയ്ക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വൈയുടെ രണ്ട് വാല്യൂസ് ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഒരു ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ആകെ ഉള്ളത് എക്സിന്റെ ഒരു അപ്പർ ലിമിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതില് ജസ്റ്റ് ഫിഗർ വരയ്ക്കാതെ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാല് ഇതാണ് ഫിഗർ അല്ലെ. ഈ ഫിഗറിൽ എക്സിനാണല്ലോ നമുക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കേണ്ടത്. എക്സിന്റെ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 വരും. y ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 വരും. ഇതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഈ ഫിഗറിൽ, അതായത് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വൈയുടെ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് കിട്ടി. ഇനി ഇവിടെ എഴുതിയിട്ടുള്ള അപ്പർ ലിമിറ്റ് നമ്മൾ എന്താക്കി എഴുതാം? ഇവിടെ എഴുതിയിട്ടുള്ള ലോവർ ലിമിറ്റ് നമ്മൾ എന്താക്കി എഴുതാം? അപ്പർ ലിമിറ്റ് ആയിട്ട് എഴുതാം. വൈയുടെ വാല്യൂ എന്താ അവിടെ നോക്കൂ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ ഇവിടെ വൈക്ക് നിങ്ങൾ 0യിലാണ് y സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ y ഫ്രം 0 തന്നെ ആയിരിക്കും. ഈ വൈയുടെ വാല്യൂ 0 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ന്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വൈയുടെ വാല്യൂസ് രണ്ടും എക്സിന്റെ രണ്ട് വാല്യൂസും നമ്മൾ എഴുതി. ഇനി എക്സ് ഈക്വൽ ടു വൈ വരുന്ന റിലേഷൻ വരുന്ന ആ ഇക്വേഷൻ, ഒരു ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ ലോവർ ലിമിറ്റ് കിട്ടും. വൈയുടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ അപ്പർ ലിമിറ്റ് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ എഴുതേണ്ടത് ഇവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ എഴുതിയിട്ടുള്ള ലിമിറ്റ് ഏതാണോ, അപ്പർ ആണെങ്കിൽ ലോവർ എഴുതുക, ലോവർ ആണെങ്കിൽ അപ്പർ എഴുതുക എക്സിന്റെ. അതായത് ഇപ്പോ ഇവിടെ ലോവർ ആയിരുന്നു, അപ്പൊ നമ്മൾ എക്സിന്റെ ലോവർ ആയിരുന്നു, നമുക്ക് വൈയുടെ അപ്പർ ആക്കിയിട്ട് നമ്മൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്.
ദെൻ ഈ ഒരു ഫിഗറിൽ ഈ ഒരു റീജിയനിൽ y സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ് വൈയുടെ ഏറ്റവും ലോവർ വാല്യൂ ഏതാണ് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്നായിരിക്കും ഇത് ഫിഗർ തുടങ്ങുന്നുണ്ടാവുക. ദെൻ ഇത് ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെ തന്നെയാണോ ഇത് കിട്ടുക എന്നുള്ളത്. വരയ്ക്കാണ്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ വരച്ചു നോക്കാം നമുക്ക്. എന്താണ് x ഈക്വൽ ടു റൂട്ട് y എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y അല്ലെ, പരാബോളയാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു y സ്ക്വയർ, എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറഞ്ഞ പരാബോള നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ദെൻ നമുക്കുള്ളത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്, ഇതാണ് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. ദെൻ y ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. സപ്പോസ് ഇവിടെയാണ് y ഈക്വൽ ടു 4 എന്ന് വിചാരിക്കാം. ദെൻ x ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. x ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഇതായിരിക്കും എക്സിന്റെ 2 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പൊ ഇവിടെ കൂടെയാണ്. അതെങ്ങനെയാണ് എക്സിന്റെ 2 എന്ന് പറഞ്ഞ വാല്യൂ അതാണെന്ന് മനസ്സിലായേ. ഈ പരാബോളയുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y ആണ്. y 4 ആവുന്ന സമയത്ത് എക്സ് സ്ക്വയർ ആണ് 4. എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും 2 മൈനസ് 2 അല്ലെ. അപ്പോ നമ്മളിവിടെ 2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ എല്ലാം കൂടെ ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ലൈൻ ഉണ്ട്, ഈ പരാബോള ഉണ്ട്, ഈ ലൈനും ഉണ്ട്. അപ്പൊ ഇതാണ് റീജിയൻ. ഓക്കെ. ദെൻ ഇതിനകത്തുള്ള എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റുകൾ എഴുതി നോക്കും. എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ് എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് എക്സ് അവസാനിക്കുന്ന ഇവിടെ എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ എക്സ് ഫ്രം 0 ടു 2 അതിനല്ലേ നമ്മൾ എഴുതിയത്, ശരിയാണ്. ദെൻ വൈക്ക് നമ്മളിവിടെ വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് y ആക്സിന് പാരലൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കാം. ആൻഡ് y ആക്സിന്റെ പാരലൽ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, അവസാനിക്കുന്നത് അതിന്റെ മുകളിലാണ്. ഇവിടെ y എന്താണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സാക്ട്ലി സെയിം ലിമിറ്റ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എക്സും വൈയും കൂടെ കാണുന്ന റിലേഷൻ ഒരെണ്ണം മാത്രമുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു 99% നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. എക്സിനും വൈക്കും എക്സിന് തന്നെ രണ്ട് ലിമിറ്റും വാരിയബിൾ ആയിട്ട് വരുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ എക്സ് ഈക്വൽ ടു വൈ ആൻഡ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കണം. അതിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്യാം. അപ്പൊ ലിമിറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to 2 integral y from 0 to x square e raised to x cube ty dx. മാറ്റാൻ മറക്കരുത്. This is equal to integral x from 0 to 2 e raised to x cube കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ dy എന്താ പറയാ y from 0 to x square dx. That is equal to integral x from 0 to 2 e raised to x cube x square. ലോവർ ലിമിറ്റ് 0 ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര വരും. ദെൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, t ഈക്വൽ ടു എക്സ് ക്യൂബ് കൊടുക്കുക. അപ്പൊ dt ഈക്വൽ ടു 3x square dx എന്ന് കിട്ടും. 3 അവിടെ ഇല്ല, 1/3 dt ഈക്വൽ ടു x square dx വരും. ലിമിറ്റും കൂടെ മാറ്റണം. എക്സ് 0 ആവുന്ന സമയത്ത് ടിയും എന്താണ് 0 ആണ്. എക്സ് 2 ആവുന്ന സമയത്ത് ടി 2 ക്യൂബ് ആണ്, 2 ക്യൂബ്. അപ്പോ ലിമിറ്റ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയ ഇന്റഗ്രേഷൻ എഴുതാം. എന്തുവരും, ഇന്റഗ്രൽ ടി ഫ്രം 0 to 8 e raised to x ക്യൂബിന് പകരം നമ്മൾ e raised to t എഴുതും. എക്സ് സ്ക്വയർ ഡിഎക്സിന് പകരമാണ് നമ്മൾ 1/3 dt എഴുതുന്നത്. അപ്പോ 1/3 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് 1/3 into e raised to t ഇന്റഗ്രൽ e raised to t തന്നെയാണ്. ഫ്രം 0 to 8 that is equal to 1/3 into തരും e raised to 8 minus e raised to 0 that is equal to 1/3 into e raised to 8 minus 1 എന്ന ആൻസർ വരും. അപ്പൊ ഈ ഒരു മെത്തേഡിലും കൂടെ നിങ്ങൾ ചേഞ്ചിങ് ഓർഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു വാരിയബിൾ ലിമിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, ബാക്കി 3 ലിമിറ്റുകളും കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒറ്റ ഇക്വേഷനേ ഉള്ളൂ എങ്കിൽ ഇത് 99% നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കേസാണ്. അതല്ല ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് എക്സും വൈയും കണക്ട് ചെയ്യുന്നത്, അപ്പൊ 2 ലിമിറ്റിലും വാരിയബിൾ ഉണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ലിമിറ്റിലും വാരിയബിൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, എന്തായാലും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചേഞ്ചിങ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ഡബിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. അത് എക്സിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ്
വൈക്ക് വാരിയബിൾ ലിമിറ്റ് വരുന്ന ഇക്വേഷൻസിൽ ഇന്റഗ്രേഷൻസിൽ നേരെ തിരിച്ച് എക്സിന് വാരിയബിൾ ലിമിറ്റും വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും കൊടുത്തിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു.